ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉദയകൃഷ്ണൻ. അനുഭവം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഓണം എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ ഓണം കളർഫുൾ ആയിരുന്നു. സോ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് കണ്ടാലോ? സൂപ്പർ അല്ലേ? അടിപൊളി പിക്ചേഴ്സ് അല്ലേ? ഇത് അക്ഷയ് ആൻഡ് ആഗി ഇവരുടെ സേവ് ദ ഡേറ്റിൻ്റെ പിക്ചേഴ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവരുടെ കല്യാണം ഓൾറെഡി ലാസ്റ്റ് മന്ത് 22 ഇവരെക്കുറിച്ച് പറയുമ്പോൾ സജി ചേട്ടൻ, എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ മോനാണ് അക്ഷയ്. ഇവരുടെ പ്രണയം തുടങ്ങിയത് സ്കൂൾ ടൈം തൊട്ടാണെന്ന് പറയുന്നു. അങ്ങനെ ഇവർ ഹാപ്പിലി മാരീഡ് ആയിരിക്കുകയാണ് ലാസ്റ്റ് മന്ത് 22. ചേട്ടൻ എന്നെ കല്യാണം വിളിച്ചപ്പോൾ തന്നെ ഞാൻ കരുതിയാണ്, എനിക്കറിയാം ഇവരുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. സോ സജിചേട്ടൻ ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഫാമിലിയാണ്. ഇപ്പോൾ സജിചേട്ടൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സ്പെഷ്യലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുട്ടികൾക്ക് ഇവർക്ക് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പം അത് വളരെ സ്പെഷ്യലായിട്ടുള്ള, അല്ലെങ്കിൽ അവരെന്നും ചേർത്ത് വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മെമ്മറബിൾ ഗിഫ്റ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ചു. സോ ഞാൻ ആക്ച്വലി ഇവരുടെ കുറച്ച് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് സേവ് ദ ഡേറ്റ് ഫോട്ടോസ് റിലീസ് ചെയ്യുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. സോ നിങ്ങളിപ്പോൾ കണ്ടല്ലോ കുറേ ഫോട്ടോസ്. അതിൽ നിന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സ് എടുത്ത് കാണിക്കുന്ന, എനിക്ക് വളരെ ഫേവറേറ്റായി തോന്നിയ ഒരു പിക്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. അവർക്ക് ഒരു ഗിഫ്റ്റ് എന്ന നിലയിൽ ആ പിക്ക് വെച്ച് ഞാൻ എന്താണ് ചെയ്തത് എന്നൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ.
ഇതാണ് അക്ഷയുടെയും ആഗിയുടെയും സ്പെഷ്യൽ ഡേയിൽ ഞാൻ അവർക്ക് വേണ്ടി സമ്മാനിച്ച ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. സോ ഈ ഗിഫ്റ്റ് അക്ഷയ്ക്കും ആയിക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഇത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതിലൊരു കപ്പിൾസിൻ്റെ പോർട്രേറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഞാനിത് ഗ്രിഡ് ഇട്ടിട്ടല്ല ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇതാണ് എൻ്റെ ഒരു വേ ഓഫ് ഡൂയിങ്. അവർ ആ ഫോട്ടോയിൽ ശരിക്കും അവരുടെ ഇൻറ്ററാക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വളരെ റിലേറ്റഡ് ആണ്. അവരുടെ ഫീച്ചേഴ്സും പ്രൊപ്പോർഷൻസും ഒക്കെ വളരെ റിലേറ്റഡ് ആണ്. സോ സ്ക്രിബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ റിസംബ്ലൻസസ് ഒന്നും തോന്നില്ല. പക്ഷേ ഗ്രാജ്വലി നമ്മൾ ടുവേർഡ്സ് എൻഡ് വരുമ്പോൾ നമുക്ക് സ്ലോലി അത് ഫീൽ ചെയ്യാം, ഓ ദിസ് ഇസ് അക്ഷയ് ആൻഡ് ദിസ് ഇസ് ആഗി. അതാണ് നമുക്ക് പോർട്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക്. ആ ഒരു സ്റ്റേജ് ടുവേർഡ്സ് ഫൈനൽ നമ്മൾ ഔട്ട്പുട്ടും ഇൻപുട്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ആർട്ട് വർക്ക് ചെയ്യുന്നവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു. അതാണ് എൻ്റെ സജി ചേട്ടനും ലേഖ ചേച്ചിയും അവരുടെ 2 മക്കളും. സോ വീഡിയോയിൽ ഞാൻ കാണിച്ച ഗിഫ്റ്റ് അതെല്ലാം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.